ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു ടേബിൾ സെറ്റാക്കാണ്ട്. കേക്ക് ആനിവേഴ്സറി ഉണ്ട്, ബർത്ത്ഡേ ഉണ്ട്, പിന്നെ ഒരു ചെറിയൊരു കൺഗ്രാറ്റ്സ് കേക്ക്. അങ്ങനത്തെ കേക്കിൻ്റെ പേരൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല, എന്നാലും ഇരിക്കട്ടെ അല്ലേ. ഇങ്ങനെയൊക്കെയല്ലേ ഓരോരോ കേക്കിൻ്റെ പേര് വരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ കേക്കുകളും ക്രം കോട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫൈനൽ കോട്ടും ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി ചെറിയ ചെറിയ ഡെക്കറേഷൻ പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു കേക്ക് വന്നിട്ട് 250 ഗ്രാം വരുന്നൊരു വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ ഫ്ലേവർ വരുന്നത്. ഇതാണ് നമ്മളുടെ കൺഗ്രാറ്റ്സ് കേക്ക്. അപ്പം കൺഗ്രാറ്റ്സ് നിന്ന് തുടങ്ങാം അല്ലേ. ദെൻ ഇത് നമ്മളുടെ ഒരു കസിൻ ആയിട്ട് വരും. ഹസ്ബൻഡിൻ്റെ അനിയന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത കേക്കായിരുന്നു കേട്ടോ. അപ്പം അവിടെ ആരും കഴിക്കത്തില്ല, അതുകൊണ്ട് കുഞ്ഞി കേക്ക് മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 250 ഗ്രാമിൽ സെറ്റാക്കി കൊടുത്തു. ദെൻ ഈ ഒരു കേക്ക് വന്നിട്ട് ആനിവേഴ്സറി കേക്കാണ് കേട്ടോ. റെഗുലർ കസ്റ്റമർ തന്നെയാണ്, പക്ഷേ അവരുടെ ഷോപ്പിലേക്ക് വേണ്ടിയിട്ടായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ദെൻ നമ്മൾ ഈ റെഡ് വെൽവെറ്റിൻ്റെ പൗഡറൊക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് റെഡ് വെൽവെറ്റ് ആണെന്ന്. പക്ഷേ ഇത് റെഡ് വെൽവെറ്റ് അല്ല ഗൈസ്. ഇത് 1.5 kg വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവറിലായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആനിവേഴ്സറീൻ്റെ കേക്കാണെന്ന് ഞാൻ പറഞ്ഞു, ഷോപ്പിൻ്റെ ആണ്. അപ്പോൾ ഷോപ്പിൻ്റെ നെയിമും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ എഡിബിൾ പ്രിൻറ്റിൽ ഒരു കാര്യം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആ ഒരു കട്ട് ചെയ്തിട്ട് മുകളിലാക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ചെറിയൊരു ലോഗോയും ഉണ്ടായിരുന്നു, അത് നമ്മൾ കേക്കിൻ്റെ ഹൈറ്റ് പോർഷനിൽ സെറ്റാക്കി എടുത്തു. അപ്പോൾ പിന്നെ കുറച്ച് ഡെക്കറേഷൻ, കുറച്ച് ബീഡ്സ്, ഷുഗർ ബോൾസ് ഒക്കെ വെച്ചിട്ട് ആ ഒരു പാട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മൾ നന്മണ്ട ഫോർട്ടീസൊക്കെ അറിയില്ലേ നിങ്ങൾക്ക്? നന്മണ്ടക്കാർക്ക് അറിയായിരിക്കും, ബാലുശ്ശേരിക്കാർക്കും ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കും. അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫോർട്ടീസ് റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഈ ഒരു കേക്കിൻ്റെ ഓർഡർ തന്ന ആളെ നമുക്ക് വലിയ പരിചയമില്ല, ഫസ്റ്റ് ഓർഡറാണ് കേട്ടോ. ഇത് അവർക്ക് അവരുടെ ഫ്രണ്ടിൻ്റെ മകന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു. പ്ലേസ് വരുന്നത് കൂരാച്ചുണ്ടാണ് കേട്ടോ. അപ്പം നന്മണ്ട ടു കൂരാച്ചുണ്ടാണ് ഡെലിവറി വരുന്നത് കേട്ടോ. ഡെലിവറി ഇല്ല, അവർ വന്നെടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് 1.5 kg വരുന്ന കസ്റ്റമൈസ്ഡ് തണ്ടർ കോക്കനട്ട് ആയിരുന്നു കേട്ടോ ഫ്ലേവർ. അപ്പം കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നല്ല ഹൈറ്റിലും എന്താ പറയുക, കാണാൻ തിരക്കേടില്ലാത്തൊരു രൂപത്തിൽ സെറ്റാക്കി തരണമെന്നായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈനിലുള്ള പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം കേക്കിന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, അതായത് 1.5 kg ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ ഹൈറ്റുള്ളൊരു കേക്കായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു വേഫർ റോളില്ലേ, അത് ഈ ഒരു ചെറിയൊരു ഹൈറ്റിലല്ലേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ മുകളിലൊക്കെ ആക്കിയിട്ട് ഹൈറ്റ് ഒപ്പിച്ച് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാർട്ടൂൺ എനിക്ക് വലിയ ഐഡിയ ഇല്ല. പറയുന്നവരൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ കക്ഷീൻ്റെ പേരൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആ ഒരു പിക്കിൽ ഒരു ചെറിയൊരു ഞാൻ അവിടെ വെച്ചിരിക്കുന്ന ഈ ഒരു ഇതില്ലേ, ലീഫും കാര്യങ്ങളൊക്കെ അല്ലേ, അത് നമുക്കിവിടെ വീട്ടിൽ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ വീട്ടിൻ്റെ അടുത്തൊരു ചേട്ടൻ സെറ്റായി തന്നായിരുന്നു കേട്ടോ. അങ്ങനെ അവർ കസ്റ്റമൈസ്ഡ് ടോപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അവർ മകൻ്റെ നെയിമും ദെൻ ഏജും കൂടിയായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ആ ഒരു ഡിസൈനിൽ ഔട്ടർ, അതായത് ഈ ഒരു ഹൈറ്റ്, കേക്കിൻ്റെ ഹൈറ്റിൽ മൊത്തമായിട്ടും ഈ ഒരു വേഫർ റോൾ കൊണ്ട് ഇങ്ങനെ അതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന ഈ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു വേഫറിൻ്റെ ഒരു പാക്കറ്റും മൊത്തം എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പാക്കറ്റ്, 2 പാക്കറ്റോ 3 പാക്കറ്റോ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മൊത്തം സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ മുകളിലുള്ള ഒരു ടോപ്പ് പോർഷനും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലുള്ള പോലെ തന്നെ ആ ഒരു ആ ഒരു ലീഫ് അതിൽ ചെറുങ്ങനെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം നമ്മൾ കവർ ചെയ്തെടുക്കുകയാണ്. ആ ഒരു വേഫർ റോളും ഉണ്ട്. വേഫർ റോള് നൈസാണല്ലേ സംഭവം. കേക്കിൽ വെക്കുമ്പോൾ തന്നെ ഈ ഒരു ലുക്ക് തന്നെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മാറുന്നുണ്ട്. അങ്ങനെ നമ്മൾ മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുത്തു. പിന്നെ ഈ ഒരു ലീഫ് ഇതിലുള്ള പോലെ, ഡിസൈനിലുള്ള പോലെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളത് സെറ്റാക്കി എടുത്തു. പിന്നെയെന്ന് പറയാൻ, ഈ ടേബിൾ സെറ്റാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ കുറച്ച് കപ്പ് കേക്ക്സും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചതിൻ്റെ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് നമ്മളടുത്തുനിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഡോണറ്റിൻ്റെതും അതൊക്കെ എന്തോ എവിടെയോ ഒരു തകരാറുള്ളത് പോലെ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കപ്പ് കേക്ക് 6 എണ്ണമായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളത് സെറ്റ് ചെയ്തു.
അതൊരു നോർമൽ ഡിസൈൻ തന്നെ കൊടുത്തിട്ട് കേക്കിൽ ഫുള്ളും വേഫറുകളാണല്ലോ, അപ്പോൾ പിന്നെ ഈ ഒരു തീം തന്നെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ദെൻ അതിൻ്റെ ചെറിയ പീസസൊക്കെ എടുത്തിട്ട് കപ്പ് കേക്കിൽ ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടും നോർമൽ പീസസ് ആക്കി ഇട്ടിട്ട് അങ്ങനെ ആ ഒരു കപ്പ് കേക്കിൻ്റെത് തീരുമാനമാക്കിയെടുത്തു. ഡോണറ്റിൻ്റെത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പം ഷോർട്സിലിടാൻ വേണ്ടി ചെറിയൊരു പോർഷൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാർട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു 4 ഡോണറ്റും 6 പോപ്പും കേക്ക് പോപ്സും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഡീറ്റെയിൽ. ഇനി അത് നമുക്കൊരു കേക്ക് മാത്രം ഒന്ന് ഡെലിവറി ചെയ്യാനുണ്ട്, നമ്മൾ ആ ഷോപ്പിലേക്ക് വേണ്ടിയിട്ട്, ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മളവിടെ കൊണ്ടു കൊടുത്തു. പിന്നുള്ളത് 2 നൈറ്റായിരുന്നു കേട്ടോ, അവർ വന്ന് പിക്കപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം പാക്കാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തർ വന്ന് കൊണ്ടുപോയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഡേ കാണാം.